പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ദൈവവചനം ധ്യാനിക്കാൻ പോകുന്നത്. 1 Peter chapter 2 verse 9. കൊച്ചു കുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. ഈ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതിയപ്പം അവരെയും നമ്മയും ഓർപ്പിച്ചുണർത്തുന്നൊരു ദൂതാണ്. നമ്മളെ എന്തിൽ നിന്ന് വിളിച്ചു, എന്താക്കാൻ വിളിച്ചു, നാം ഇപ്പോൾ എന്താണ്. ഈ 3 ആശയങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. എന്തിൽ നിന്ന് നമ്മളെ വിളിച്ചു, എന്ത് ആക്കാൻ നമ്മളെ വിളിച്ചു, അടുത്ത പദം ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മൾ എന്ത് ആയി. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിനകത്തു നിന്ന് അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പം നമ്മൾ എവിടെ ആയിരുന്നു? അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? അത്ഭുത പ്രകാശത്തിൽ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറയാൻ, നിങ്ങളൊരു അത്ഭുത പ്രകാശത്തിലാണ്. സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിലെ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഈ ഭൂമിയിൽ അന്ധകാരവുമുണ്ട്, വെളിച്ചവുമുണ്ട്. സ്തോത്രം. ഈ യെശയ്യാ പ്രവചനം വായിക്കേണ്ട ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അന്ധകാരം ഭൂമിയെ കൂരിരുട്ട് ജാതികളെയും മൂടുകയാണ്. അപ്പം ഒത്തിരി പേരെ അന്ധകാരം ഇങ്ങനെ മൂടിയിട്ടിരിക്കുക. അതുകൊണ്ടാണ് 3-ാം സ്വർഗം വരെ പോയ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രൻ വിടുവിച്ചു. അപ്പം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കറിയാം, ഒത്തിരി വീടുകളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഒരു വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ആ വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അന്ധകാരം മൂടിക്കിടക്കുന്നൊരു വീടാണ്, അവിടെ പോയി ആ വീടിനെ മൂടിക്കിടക്കുന്ന അന്ധകാരത്തെ ആ വീട്ടിൽ നിന്ന് വിടുവിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ സ്തോത്രം, അവർ വലിയ ബിസിനസ് ടീമാണ്. ഞാൻ ആ വീടിനകത്ത് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ പറഞ്ഞു ദൈവം ഇങ്ങോട്ട് പോരാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഈ വീട് അന്ധകാരം മൂടിക്കിടക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാനായി ഇങ്ങനെ ഈ ജീവിത അനുഭവങ്ങളുടെ ചേർത്ത് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലെ സ്തോത്രം ആൻറ്റി നീണ്ട വർഷങ്ങൾ അബുദാബിയിൽ സ്തോത്രം ഒരു നല്ല കമ്പനി ജോലി ചെയ്ത ആളാണ്. 64 വയസ്സുണ്ട്. സ്തോത്രം. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, സ്തോത്രം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ AC മുറിയിലാണ് കിടക്കുന്നത്, കമ്പിളി പുതച്ചാണ് കിടക്കുന്നത്. പക്ഷേ രാത്രി 3-4 വട്ടം ഞെട്ടി എഴുന്നേക്കും. എന്തുവാ കാര്യം എന്നറിയോ? തൻ്റെ കമ്പിളിയുടെ പുറത്തൂടെ പാമ്പഴയുന്ന ഫീലുണ്ടാവും. സ്തോത്രം. ഒരു ദിവസം ഞാൻ ചെല്ലുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു, ഇത് തുടങ്ങിയിട്ട് 16 വർഷമായി. അവരുടെ കഴുത്താൽ സർപ്പം ചുറ്റുന്ന ഫീലുണ്ടാവും. പിന്നെ ശബ്ദം പുറത്തു വരത്തില്ല. ജീസസ്, ഹല്ലേലൂയ. 16 വർഷം എല്ലാ രാത്രിയിലും ഇത് സംഭവിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നാൽ ഇത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നത്തെ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം, അന്ന് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ആ പ്രായമുള്ള സ്ത്രീ എന്നെ വിളിച്ചു പറയുകയാണ്, 16 വർഷത്തിന് സർപ്പം ദേഹത്തൂടെ നടക്കാത്തൊരു ഫീലോടെ ഉറങ്ങിയത് ഇന്നലെയാണ്. ഞാൻ നിങ്ങളോട് പറയാം, പല ഭവനങ്ങൾക്കകത്തും നടക്കുന്നത് അന്ധകാരത്തിൻ്റെ പ്രവർത്തികളാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിങ്ങൾ അന്ധകാരത്തിലിരിക്കുന്നവരല്ല, നിങ്ങൾ അത്ഭുത പ്രകാശത്തിലിരിക്കുന്നവരാണ്. നിങ്ങൾ അപ്പം എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് എവിടേക്ക് വിളിച്ചു? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. സ്തോത്രം. നീ ഇരിക്കേണ്ടത് അന്ധകാരത്തിലല്ല, നീ ഇരിക്കേണ്ടത് അത്ഭുത പ്രകാശത്തിലാണ്. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ചില നിയന്ത്രണങ്ങൾ ഇന്ന് പൊട്ടുന്ന ദിവസമാണ്. നിൻ്റെ വീടിനകത്ത് നിൻ്റെ കുഞ്ഞുങ്ങളെയോ നിൻ്റെ സന്തതിയോ നിൻ്റെ ഭർത്താവിനെയോ നിൻ്റെ ഭാര്യയോ ഏതെങ്കിലും ദുഷ്ടശക്തികൾ നിയന്ത്രിക്കുന്നെങ്കിൽ
ഇന്നത്തെ ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന, നിന്റെ വീടിനെ നിയന്ത്രിക്കുന്ന, നിന്റെ സന്തതിയെ നിയന്ത്രിക്കുന്ന ആ ദുഷ്ടശക്തികൾ ഇന്നത്തെ ആരാധനയിൽ, ഇരുട്ടിനൊരു സ്വഭാവമുണ്ട്. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഏറിയായി നിൽക്കത്തില്ല. ഇരുട്ടിൻ്റെ പ്രത്യേകത വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ, ഇന്നിവിടെ വന്നേക്കുന്നത് ഓരോ വീട്ടിലും ഞങ്ങൾ വന്ന് ഇരുട്ട് ഓടിക്കാനല്ല, നിന്നെ വെളിച്ചമാക്കി ഇവിടുന്ന് വിടാനാണ്. എത്ര പേർ റെഡിയാവുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ പ്രകാശിതരാകേണ്ട സമയമായിരിക്കുകയാണ്. എന്നോട് ദൈവം പറയാം, നിന്റെ ഭാവിക്ക് മുമ്പിൽ ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടുള്ള അന്ധകാര ശക്തികൾ, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ തകർക്കുന്ന ഒരു അന്ധകാരമുണ്ട്. അവൻ്റെ ചിന്താമണ്ഡലം, വ്യക്തിബന്ധങ്ങൾ ഒക്കെ ഉടയ്ക്കുന്ന ശക്തിയുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥനയിൽ പറയണം, ആ സ്പിരിറ്റ് എല്ലാം ഇന്നത്തെ ആരാധനയിൽ മുട്ടുകുത്തണം. ചിലരോടൊക്കെ ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ ചിന്താമണ്ഡലത്തിൽ അന്ധകാരം കൂടാരം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടാരങ്ങളെ ഇന്ന് വലിച്ചു പൊളിക്കണം. നിന്റെ ഭാവിയുടെ മുമ്പിൽ അന്ധകാരം നിനക്ക് തടയിട്ടിട്ടുണ്ടെങ്കിൽ, സ്മൂത്തായ ലൈഫിനെതിരെ, സ്മൂത്തായ ഫാമിലി ലൈഫിനെതിരെ, വലിയ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങേണ്ട ലൈഫിനെതിരെ പോരാടുന്ന സ്പിരിറ്റുകളെ ഇന്നത്തെ ആരാധനയിൽ ബ്രേക്ക് ചെയ്യണം. നിങ്ങൾ അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. എനിക്ക് ദൈവം ഒരു ബോധ്യം തരികയാണ്. ഞാനൊരു ശബ്ദം കേട്ടാണ് ഈ വചനം എടുത്തിരിക്കുന്നത്. ചില അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് മരവിക്കാൻ പോവുക. ചില അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് ഫ്രീസാകാൻ പോവുക. നിൻ്റെ കുടുംബത്തിനകത്ത് അതിനും വർക്ക് ചെയ്യത്തില്ല. നിൻ്റെ സന്തതികൾ അന്ധകാരം പ്രവർത്തിക്കത്തില്ല. ആ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ദൈവം തരുന്നുണ്ടെങ്കിൽ, ചിലരുടെ സ്വഭാവങ്ങൾക്കകത്ത്, ചിലരുടെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ നീണ്ട മാസങ്ങളായി നിന്റെ കുടുംബത്തിൽ നടമാടിയ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഇന്ന് പകൽ എൻ്റെ ദൈവം ഒരു പുതപ്പ് ചുരുട്ടുന്ന പോലെ നിന്റെ വീട്ടിൽ നിന്ന് ചുരുട്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ കൃപ അനുഭവിക്കട്ടെ, ചിലർ കൃപ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലോക്കായ വഴികൾ ഓപ്പണായി വരാൻ പോവുക. കെട്ടപ്പെട്ട അവസ്ഥകൾ തുറന്നു വരാൻ പോകുകയാ. നിന്റെ സന്തതികളിലേക്ക് ഒഴുകി. ചിലരുടെ ആരോഗ്യ തലത്തിൽ ഈ അന്ധകാരം പോരാടുകയാ. ചിലരുടെ മാനസിക തലത്തിൽ ഈ അന്ധകാരം പോരാടുകയാ. ചിലരുടെ കുടുംബ ജീവിതത്തിനകത്ത് ഈ അന്ധകാരം പോരാടുക. ഞാനൊരു പ്രവചിച്ച് പറയാം, ചിലർ ഇപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടവർ അല്ല. നിനക്കൊരു നല്ല ഭാവി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് നീ മൂവ് ചെയ്യാതെ വണ്ണം നിന്നെ ചില അന്ധകാരത്തിൽ കൊണ്ട് പെടുത്തി, ഫൈനാൻഷ്യൽ ലൈബിലിറ്റിക്കകത്ത് കുരുക്കി, നിന്റെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് തകർച്ച വരുത്തി അന്ധകാരം ഇങ്ങനെ അഴിഞ്ഞാടുന്നെങ്കിൽ ഇന്നവനെ പിടിച്ചു കെട്ടേണ്ട ദിവസമാണ്. യേശു സഭയ്ക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്താ കേട്ടോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗം വരെ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ. അപ്പം നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ചിന്തിക്കാം. നിങ്ങൾ ഈ ചില അനുഭവങ്ങൾ പറയുമ്പം, ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തിനാണത് പറയുന്നത്? അതുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടമാടുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, ആ ഇരുട്ടിൻ്റെ അധികാരം ദൈവം പൊട്ടിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ഇങ്ങനെ കയറി അങ്ങ് മൂടുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്യമുണ്ട്, ഭൂമി പാഴും ശൂന്യവുമാകുന്നു. അടുത്ത പദം പറയാമോ? ആഴത്തിന്മീതെ പറ. അറിയത്തില്ലയോ? ഉൽപ്പത്തി 1:1 അറിയത്തില്ലയോ? ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ. നിങ്ങൾ എന്നെ നോക്കിയേ, ആഴത്തിൽ ഇരുട്, മേടിൽ ഇരുട് മൂടുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ അമങ്ങിപ്പോവുക. കർത്താവ് പറയാ, ഞാൻ ആ അധികാരത്തെ പൊട്ടിച്ച് നിന്നെ ഒരു വെളിച്ചത്തിലേക്ക് ഇറക്കാൻ പോവുക. ഭൂമിക്ക് അടിയിൽ നിന്ന് അന്ധകാരം, തലയ്ക്ക് മുകളിൽ നിന്ന് അന്ധകാരം, നിന്റെ ലൈഫിനെ ഇരുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും കൂടുതൽ സാത്താൻ്റെ പ്രവൃത്തി ഒരു വീട്ടിലോ ഒരാളുടെ ലൈഫിലോ നടക്കണമെങ്കിൽ ആദ്യം പിശാച് ചെയ്യുന്നത് അവൻ്റെ ലൈഫ് ഇരുട്ട് കൊണ്ടങ്ങ് നിറയ്ക്കും. എന്ത് ചെയ്യും? ഇരുട്ട് കൊണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ദൈവപ്രവൃത്തി ഒരുവനിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം ആദ്യം വെളിച്ചം കൊണ്ടങ്ങ് നിറയ്ക്കും. ഒരാമയും വരുന്നില്ല.
എന്നോട് ദൈവം പറയാ, ഇരുട്ടുകൊണ്ട് മൂടിയ ചില അറകളിൽ ഇന്ന് പ്രകാശം അയച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സന്തതിയുടെ മേൽ വ്യാപരിക്കുന്ന ആ ഇരുട്ടിൻ്റെ അധികാരം, ഓ ഇരുട്ടിൻ്റെ, യെസ്,